ശ്രീരാമ ശ്രീപദേ സീതാപദേ രാമ കാരുണ്യവാരിധേ കൈതൊഴുന്നേ. രാമ രാമ ഹരേ രാമചന്ദ്ര ഹരേ കൺമുന്നിലെപ്പോഴും കാണാകേണം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 1, രാമായണ മാസം ആരംഭം അല്ലേ? രാമായണം, രാമനിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ രാമായണം. എന്ന് വെച്ചാൽ ഇരുട്ട് മാഞ്ഞ് വെളിച്ചത്തിലേക്കുള്ള യാത്ര എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പുണ്യമാസം കൂടിയാണ് കർക്കിടക മാസം. അപ്പോൾ ഇന്നു മുതൽ വീടുകളും അമ്പലങ്ങളും എല്ലാം രാമായണ പാരായണം കൊണ്ട് മുഖരിതമാകുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ വീട്ടിൽ വിളക്ക് എത്തിച്ചതിന് ശേഷം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് തൊഴാനായിട്ട് വന്നതാണ്. നല്ല മഴയുണ്ടായിരുന്നു ഇത്രയും സമയം. അപ്പോൾ പ്രകൃതി പോലും ഈ രാമായണ മാസത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പണ്ട് മുതലേ കർക്കിടക മാസത്തിനെ വിളിക്കുന്നത് കള്ളക്കർക്കിടകം എന്നൊക്കെയാണ്. കാരണം വറുതിയുടെയും അസുഖങ്ങളുടെയൊക്കെ ഒരു കാലം കൂടിയാണ് കർക്കിടകം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾക്കൊരു മോചനത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളതിൽ നിന്നെല്ലാം നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഈശ്വര പ്രാർത്ഥന, അതാണ് നമ്മൾ ഈ ഒരു മാസം രാമായണ പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ പരക്കേട്ടാവിൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്സവം പോലെയാണ്. അതായത് എല്ലാ ദിവസവും കാലത്ത് അവിടെ രാമായണ പാരായണവും പ്രത്യേക പൂജകളും ഒക്കെ ഉണ്ടാവും. ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ളവരൊക്കെ ആവുന്നത്ര വ്രതം എടുക്കും, പറ്റാവുന്നത്ര. അതിന് പഞ്ചമി എന്ന് പറയും. അങ്ങനെയൊക്കെ ചെയ്യണ ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ കാരണം ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളിവിടെ അമ്മേനെ വന്ന് കണ്ട് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വരുന്നൊരു തലമുറയിലുള്ള മക്കൾക്ക് ഈ കർക്കിടകം 1 അല്ലെങ്കിൽ രാമായണ പാരായണം, രാമായണ മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് എത്രമാത്രം അവരിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം അല്ലേ? ഞങ്ങൾ കാവശ്ശേരി വീട്ടിൽ പോകുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ പൊന്നൂസിനെ അങ്ങനെ വിളിച്ചിരുത്തിയിട്ട് പുരാണ കഥകളൊക്കെ അങ്ങനെ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവുകൾ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിലാവുന്നതും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്